കോഴിക്കോട് ജില്ലയിലെ മലയോര മേഖലയിൽ അതിശക്തമായ മഴ തുടരുകയാണ്. താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലായി. പ്രദേശത്തെ പുഴകളും തോടുകളുമെല്ലാം കരകവിഞ്ഞൊഴുകുകയാണ്. വിശദാംശങ്ങളുമായി ശരണ്യ ചേർന്നു. ശരണ്യ, ഈ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലായി എന്ന് പറയുന്നു. ഏറ്റവും പുതിയ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? കോഴിക്കോട് ജില്ലയിൽ ഇപ്പോഴും മഴ തുടരുന്ന സാഹചര്യമാണ്. അല്പസമയം മഴ മാറി നിന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. എങ്കിലും ഇപ്പോഴും മലയോര മേഖലയെല്ലാം തന്നെ ഭീതിയിലാണ്. ഇപ്പോൾ വാണിമേൽ, അതായത് വിലങ്ങാട് പ്രദേശത്ത് 32 കുടുംബങ്ങളെ മാറ്റി താമസിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ ദുരിതാശ്വാസ ക്യാമ്പ് ആരംഭിച്ചു. വിലങ്ങാട് പാരീസ് ഹാളിലാണ് ക്യാമ്പ് ആരംഭിച്ചത്. ഇപ്പോൾ ഇവിടേക്ക് 22 കുടുംബങ്ങളെയാണ് മാറ്റിയത്. 10 കുടുംബങ്ങളെ ബന്ധുവീടുകളിലേക്ക് മാറ്റിയിട്ടുണ്ട്. 3 കുടുംബങ്ങൾ നേരത്തെ തന്നെ സ്വമേധയാ ബന്ധുവീട്ടിലേക്ക് മാറുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു. വടകരയുടെ തീരമേഖലയിലും ഒപ്പം തന്നെ മറ്റ് വില്ലേജുകളിലെല്ലാം തന്നെ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തഹസിൽദാറും ഒപ്പം വില്ലേജ് അധികൃതർ ഉൾപ്പെടെയുള്ളവരെല്ലാം തന്നെ സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തുന്നുണ്ട്. എന്തെങ്കിലും അടിയന്തര സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് നേരിടുന്നതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും താലൂക്ക് ഓഫീസിൽ നിന്നും നടത്തിയിട്ടുണ്ട്. തീരപ്രദേശങ്ങളിൽ നമ്മൾ നേരത്തെ പറഞ്ഞു, താഴ്ന്ന പ്രദേശങ്ങളെല്ലാം വെള്ളത്തിനടിയിലായിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ വെള്ളം ഇറങ്ങുന്ന ഒരു അവസ്ഥയുണ്ടായിട്ടുണ്ട്. പലയിടങ്ങളിലും വലിയ രീതിയിലുള്ള വെള്ളക്കെട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ വടകര നഗരത്തിൽ ദേശീയപാതയുടെ പ്രവൃത്തി നടക്കുന്നതിനാൽ തന്നെ ഓവുചാലുകളെല്ലാം അടഞ്ഞു കിടക്കുന്ന സ്ഥിതിയായിരുന്നു. അതുകൊണ്ട് ഈ ഭാഗങ്ങളിലും വലിയ വെള്ളക്കെട്ടുണ്ടായി. കടകളിലെല്ലാം വെള്ളം കയറുന്ന സാഹചര്യമുണ്ടായി. ഇപ്പോൾ ഇതിനെല്ലാം അല്പം ശമനം ഉണ്ടായിട്ടുണ്ട്. ഈ ഒരു ഉച്ച സമയം ആകുമ്പോഴേക്കും മഴ അല്പം മാറി നിൽക്കുന്ന സാഹചര്യവും ജില്ലയുടെ ചില ഭാഗങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. ശരി, വ്യക്തമാണ്. കോഴിക്കോട് ജില്ലയിലെ മലയോര മേഖലയിൽ അതിശക്തമായ മഴ തുടരുന്നുണ്ട്. ശരണ്യ പറഞ്ഞതുപോലെ തന്നെ താഴ്ന്ന പ്രദേശങ്ങൾ പലതും വെള്ളത്തിനടിയിലാണ്. പ്രദേശത്തെ പുഴകളും തോടുകളും കരകവിഞ്ഞൊഴുകുന്ന സാഹചര്യവുമുണ്ട്. ശരണ്യയാണ് വിശദാംശങ്ങൾ നൽകിയത്.